വാർത്തയിലേക്ക്. ബംഗളൂരുവിൽ ഓൺലൈൻ ഡെലിവറി ഏജന്റിന് നേരെ ആക്രമണം. ഹെൽമറ്റ് കൊണ്ട് യുവാവിനെ അടിച്ചു പരിക്കേൽപ്പിച്ചു. യുവാക്കളുടെ ബൈക്കിൽ ഡെലിവറി ഏജന്റിന്റെ ബൈക്ക് തട്ടിയെന്നാരോപിച്ചായിരുന്നു ആക്രമണം. കെ ബി ശ്രീധരനുണ്ട് വിവരങ്ങൾ നൽകാനായി. ശ്രീധരൻ, വല്ലാത്തൊരു പരിപാടിയായി പോയി എന്ന് വേണം പറയാൻ. ഇത്രയും ക്രൂരമായി മർദ്ദിക്കുക, ഹെൽമറ്റ് കൊണ്ടൊക്കെ അടിക്കുക എന്നതാണല്ലോ അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ എന്തൊക്കെ? ഇത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു. ഏതായാലും ഈ റോഡിലെ തർക്കങ്ങൾ പലപ്പോഴും കയ്യാങ്കളിയിലേക്ക്, കൊലപാതകങ്ങളിലേക്ക് വരെ പോകുന്ന ഒരവസ്ഥ ബംഗളൂരു നഗരത്തിൽ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നത് ഭീതിപ്പെടുത്തുന്നതാണ്. ഏതായാലും അതിന്റെ ഒടുവിലെ ഉദാഹരണമാണ് ഇത്. അതായത് ഓൺലൈൻ ഡെലിവറി ഏജന്റ് ആയിട്ടുള്ള ആൾ മെയിൻ റോഡിലൂടെ വരുന്നു. മറ്റ് വശത്ത് നിന്ന് ഒരു ബൈക്കിൽ രണ്ടുപേർ കൂടി വരുന്നു. ഇവരുടെ ബൈക്ക് ഈ ഡെലിവറി ഏജന്റിന്റെ ബൈക്കിൽ ഇടിക്കുകയാണ് ചെയ്തത്. ഉടൻ തന്നെ ഇവർ മറിഞ്ഞു വീഴുന്നുണ്ട്. എഴുന്നേറ്റ് ആദ്യം വർത്തമാനം പറയുന്നതിന് മുൻപേ തന്നെ ഈ ആളുകളെ, ഈ ഡെലിവറി ഏജന്റിനെ മർദ്ദിക്കുകയാണ് ഈ വണ്ടിയിൽ വന്ന യുവാക്കൾ ചെയ്യുന്നത്. ബയ്യപ്പനഹള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിനിടയിൽ ഈ ഓൺലൈൻ ഡെലിവറി ഏജന്റിനെ അടിക്കുന്നത് തടയാൻ വേണ്ടി നാട്ടുകാരൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് നേരെയും ഈ യുവാക്കൾ ആക്രമണം നടത്തുകയാണ് ചെയ്തത്. ഏതായാലും സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജഗത്ത്, ധർമ്മ എന്നിങ്ങനെ രണ്ട് യുവാക്കളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മർദ്ദനമേറ്റ ദിലീപ് കുമാർ എന്ന ഡെലിവറി ഏജന്റാണ്. ഇദ്ദേഹത്തെ പരിക്കുകളോടെ ആശുപത്രിയിലൊക്കെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഹെൽമറ്റ് കൊണ്ട് ഉൾപ്പെടെ യുവാവിന്റെ തലയ്ക്കടിക്കുന്ന ഉൾപ്പെടെ ആ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. ഏതായാലും ക്രൂരമായിട്ടുള്ള മർദ്ദനം തന്നെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിലേതായാലും ഇയാൾക്ക് ചികിത്സയിലാണ് ഈ ഡെലിവറി ഏജന്റ് നിലവിലുള്ളത്. ഈ രണ്ട് യുവാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ബംഗളൂരു നഗരത്തിൽ പലപ്പോഴായിട്ട് ആവർത്തിക്കുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്.